ഹലോ ആൻഡ് ഹായ് ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അയല മീൻ ഫ്രൈ ആണ്. വളരെ കുറച്ച് മീനേ ഉള്ളൂ, ഞാനിവിടെ ഇന്നലെ ചെയ്തതാണ്, അതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്, എൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ 3 മീനാണ്, ഞാൻ അതിനെ വരഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ട അരപ്പ് നമുക്ക് റെഡിയാക്കണം. അപ്പം ഞാനിവിടെ ചെറിയ ജാറിൽ മുളക്, മഞ്ഞൾ, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, വെളിച്ചെണ്ണ ഇതെല്ലാം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇതിൽ ചേർക്കുകയാണ്. അപ്പം എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുത്തതിന് ശേഷം ഇപ്പം ഞാൻ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്കിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മീനിലോട്ട് ഇത് പുരട്ടാം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം വെക്കുന്നത് നല്ലതാണ്. അപ്പം വെച്ചതിന് ശേഷം എൻ്റെ ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്, ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം. കാര്യം എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഞാൻ പാൻ വെച്ചിട്ട് ഞാൻ ഈ കറിവേപ്പിലേക്ക് ഇങ്ങനെ നിരത്തിയതിന് ശേഷമാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കാര്യം എന്താണെന്നറിയോ, ഈ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഈ മീനിനെ ഇങ്ങനെ നിരത്തി വെക്കുമ്പം അത് പൊടിഞ്ഞു പോകത്തില്ല, നമുക്ക് മറിച്ചിടാൻ പറ്റും. അങ്ങനെ നല്ലതാണത് അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ ശരിക്കും ഒരു മണം, പിന്നെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന കറിവേപ്പിലായിരിക്കണം, അതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മളിതിനെ മറിച്ചിട്ട് ഇത് കുറച്ച് ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇതെല്ലാം കൂടെ വെച്ച് അടച്ച് കുറച്ച് കഴിഞ്ഞ് അതിനുള്ള ഒരു സമയം കഴിഞ്ഞ് അതിൻ്റെ അടിഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടാം. അപ്പം അടച്ച് വെക്കുമ്പോൾ തന്നെ ആവിയിൽ അതങ്ങ് നന്നായിട്ട് വെന്തോളും. എന്നിട്ട് പിന്നെ ഇതിപ്പോൾ അതിൻ്റെ അടിഭാഗം വെന്തിട്ടുണ്ട്, നമുക്കതിന് ഞാൻ മറിച്ചിടാൻ പോവുകയാണ്. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് അതേ സമയം തന്നെ അത് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് കുറച്ച് സമയം കഴിയുമ്പോൾ അത് വെന്തോളും. അപ്പം ഇനിയിപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റുമ്പം ഞാൻ കറിവേപ്പിലയും കൂടി എടുക്കുകയാണ് കേട്ടോ. അത് ഹെൽത്തിന് നല്ലതാണ്, അത് നമ്മൾ വീട്ടിൽ വളർത്തുന്നതാണെങ്കിലും. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്യാത്ത ആൾക്കാർ ചെയ്ത് നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ മൈ വീഡിയോസ്. കീപ് വാച്ചിങ്. ബൈ.